ഹലോ ഗേസ്, ദിയക്ക് ഊരിത്തണ്ടാൻ മോഹം. ഒരു കാര്യം അപ്പൊ ദിയക്ക് തെണ്ടി നടക്കുന്ന ആഗ്രഹം. അപ്പൊ ദിയ പള്ളുരുത്തി പുലപാണിപ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ പോയി തെണ്ടി അടക്കണം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കണേണ്. അത് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. കാരണം ഈ കിച്ചൺ ഐറ്റംസും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് സത്യം പറഞ്ഞ വാങ്ങിച്ചില്ലെങ്കിൽ പോലും അത് എന്തായാലും വാങ്ങും. എന്നാലും ഞാൻ പറയുന്നത് വാങ്ങിച്ചില്ലെങ്കിലും നമുക്കതൊന്ന് കാണുന്ന മനസ്സിന് ആ ഒരു എന്താ പറയുക സന്തോഷം, കുളിർമ. അതെ അതെ, ഇങ്ങനെ നീങ്ങിക്കിട്ടേ. പറയൂ ഇവളെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കുറച്ച് കാശങ്ങടെ പോയപ്പോ കുളിരങ്ങട് മാറും. അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു സന്തോഷമാണ് മനസ്സിന്റെ. അപ്പൊ ഇനി നമുക്ക് സമയങ്ങളുണ്ട്. സന്തോഷം അങ്ങനെ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. നമുക്ക് അവിടെ ഇല്ലട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാല് സാധാരണ ഒരു പ്രാവശ്യമൊക്കെ പോയിട്ട് അത് എടുക്കണില്ലേ ഇത് എടുക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ധൃതിയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഇതൊന്നും എടുക്കണില്ല. അപ്പച്ചട്ടി, പിന്നെ എന്താണ് കുറെ അമ്മി എനിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചെന്ന കുഞ്ഞമ്മി, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അത് മാത്രമേ ഉള്ളൂ. ചില കറണ്ട് പോണ സമയത്ത് ഉപയോഗിക്കാനാണ് വാങ്ങിച്ചിരുന്നത്. എന്തായാലും അരച്ച് കറി വെച്ച് തന്നിട്ടില്ലേ, ഇല്ലാന്ന് പറയരുത്. ഒരു കറി വെക്കാൻ വേണ്ടി അമ്മച്ചി സാധനങ്ങൾ മേടിച്ചു വെക്കണം. അപ്പൊ അങ്ങനെ ശാരീരി അപ്പൊ നമുക്ക് സമയം കണ്ട ഓൺ ദ വേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതെ, അല്ലെങ്കിൽ എനിക്ക് നോക്കാനുള്ള സമയം കിട്ടൂല. അപ്പം നമ്മൾ തന്നെ സ്ത്രീകൾ ഇതിന് മുൻകൈ എടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. ആണുങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോകാനായിട്ട്. പിന്നെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോകാൻ ഡാൻസ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നോക്കേ പോകാമെന്ന് പറഞ്ഞ്, നേരത്തെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഇന്ന് പറ്റൂല എന്ന് പറഞ്ഞ്, എന്നാൽ കുഴപ്പമില്ല അടുത്ത ദിവസം പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ്. ഇതൊക്കെ കാണാനും നമ്മൾ ഈ വലിയ വലിയ ഷോപ്പുകളിൽ കയറണേക്കാളും നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാനും. പിന്നെ കുട്ടീസുകളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ കുറച്ച് ശല്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും പിള്ളേരെ നമുക്ക് എവിടെ ഏൽപ്പിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കൂടി കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, കൂടെ ഉണ്ടല്ലോ എന്നുള്ള. എവിടെ നിർത്തിയിട്ട് പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കണ്ട ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, കൺകുളിർക്കി കാണാനുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ ഫസ്റ്റ് ഷോപ്പ്, ഇത് കയറിയപ്പോൾ തന്നെ ആ തുമ്പിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത്, എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരൈറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ 1-2 ഐറ്റം വാങ്ങണമെന്ന് മനസ്സിൽ വീട്ടിൽ നിന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിൽ വിചാരിച്ച ഐറ്റത്തിൽ ഒരൈറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. ഇവിടെ കണ്ട ഇങ്ങനത്തെ വുഡൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കറി കോരണ പോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിൻ്റെ സ്പൂൺ പോലത്തെ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് അവിടെ ഒരു ഷോപ്പിൽ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ ചീപ്പുകൾ, കണ്ണാടി, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കുട്ടികളുടെ കുറേ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് പൊരി അതൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ കുറേ ഐറ്റംസൊക്കെ അവിടെ നിന്ന് എടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പാത്രങ്ങൾ കുഞ്ഞുമുറങ്ങണ്ട ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്തായിരുന്നു. കുറച്ചും കൂടി ഇതൊക്കെ നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. മാക്സിമം കിട്ടുന്ന സമയം കൊണ്ട് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് കുറച്ചൊക്കെ കണ്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഈ മുറം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ മുറം എടുത്ത് കുഞ്ഞുമുറം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അരിയാനും സവാള അരിഞ്ഞ് വെക്കാനോ അല്ലെങ്കിൽ തൊലി കളയാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരുപാട് ഇങ്ങനെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ടിട്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല. ഗ്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ വീട്ടിലുണ്ട്. പിന്നെ വാങ്ങിച്ചാൽ എപ്പോഴും ഈ പൊട്ടിച്ച് കളയലും പതിവാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയൊന്നുമില്ല. പിന്നെ അതിന് ഇപ്പുറത്തോട്ട് വന്നപ്പോഴും ഒരുപാട് പാത്രങ്ങളുള്ള ഒരു കട കണ്ട്.
അങ്ങനെ അവിടെ നിന്ന് കറിപ്പാത്രം എടുത്ത് കുട്ടികൾക്ക് കറി ഇപ്പം മോര് കറിയാ സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊട്ടിപ്പോകും. അപ്പം അങ്ങനെ കൊട്ടിപ്പോകാതിരിക്കാൻ നല്ല ടൈറ്റുള്ള ഒരെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഡെനയാണ് അപ്പൂസാണെന്ന് അറിയില്ല, സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ അത് മിസ്സായി, പിന്നെ അത് കണ്ടില്ലായിരുന്നു. അപ്പം അതേപോലത്തെ അത് പോയതിന് പകരം ഒരെണ്ണം വാങ്ങണമെന്ന് അതേ ഇവിടെ ഇരിക്കണണ്ട. അപ്പം അതൊരെണ്ണം എടുത്ത് പിന്നെ 1-2 ഐറ്റം കൂടി ആ ഷോപ്പിൽ നിന്ന് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തെ ഷോപ്പിലോട്ട് വന്ന്. അപ്പോൾ ഡെനി ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ, ആവശ്യമുള്ളത് നമുക്ക് വാങ്ങാമെന്നും പറഞ്ഞിട്ട് അവിടെ വെക്കുമെന്നും പറഞ്ഞ് അവളെ കൊണ്ട് അവിടെ വെപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ ഷോപ്പിലോട്ട് വന്ന്. ഇതൊക്കെ കാണാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് പത്തിരി ചപ്പാത്തി കുഴലുണ്ടായിരുന്നില്ല, ചപ്പാത്തി കുഴലുണ്ട്, അത് ഇങ്ങനെ ഭയങ്കര തിന്നായതായിരുന്നു. അപ്പം ഇത്തിരി കട്ടിയുള്ളത് മാർബിൾ ഡിസൈൻ ടൈപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ അതിൽ എന്തോ ചെറിയൊരു പാട് പോലെ, അപ്പം ഇങ്ങനെ ചപ്പാത്തി വരുത്തുമ്പോൾ പാട് വീഴുമല്ലോ ചപ്പാത്തിയിൽ. അപ്പം ഞാൻ അതെടുത്തില്ല, പിന്നെ വേറൊരു കളറുണ്ട്, അപ്പം അതെടുത്ത് അങ്ങനെ അത് കിട്ടി എനിക്ക്. എന്തായാലും ചിലവരുടെ ഇടയിലൊക്കെ ഇരിക്കണതാണ് നല്ല കട്ടിയും നല്ല വീതിയൊക്കെ ഉള്ളത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തി കഴിയാം. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പായിരുന്നു. അങ്ങനെ അതെടുത്ത് പിന്നെ ഇവിടെ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ ചട്ടി 100 രൂപ 5 എണ്ണത്തിനെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ, ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം ഷോപ്പിലോട്ട് കയറിയിട്ട് ഓരോന്നും നമുക്ക് ആവശ്യമുള്ളത് നോക്കണേണല്ലോ, ബോർഡുകളൊന്നും വായിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായില്ല, മാനസികാവസ്ഥ ഉണ്ടായില്ല. വേഗം എങ്ങനെയെങ്കിലും എടുത്ത് അടുത്ത ഷോപ്പിലോട്ട് പോകണമെന്നായിരുന്നു. എടുത്തില്ലെങ്കിലും ഒന്ന് കാണാൻ അടുത്ത ഷോപ്പുകളെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ ഷോപ്പും കണ്ടിട്ടാ, ഒരു ഷോപ്പ് പോലും വിട്ടില്ല. എല്ലാ ഷോപ്പിലും കയറി കുറേയൊക്കെ ബൈ ചെയ്ത് കുറേ സ്ഥലത്തു നിന്നൊക്കെ വെറുതെ ഇറങ്ങിപ്പോന്ന്. അങ്ങനെ എല്ലാ ഷോപ്പിലും എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ടൊക്കെ പോന്ന്. അങ്ങനെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഫോണുണ്ടായിരുന്നില്ല, എന്തോ റേഞ്ച് ഇല്ലാത്ത പോലെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ, പിന്നെ എനിക്ക് കറിച്ചട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 2 കറിച്ചട്ടി ഞാൻ ഇതുപോലെ ടൂർ പോയപ്പോൾ ഇങ്ങനെ കാതുള്ള ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിന് പകരം എൻ്റെ കയ്യിൽ എന്തെങ്കിലും നശിന് പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം വാങ്ങണ സ്വഭാവമുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഞാൻ വാങ്ങാണ്ടിരുന്നത് ഇതും ചുമന്ന് കാറ് വല്ലയിടത്താണ് പാർക്ക് ചെയ്തേക്കണം, അതും ചുമന്ന് അറ്റം വരെയും പോണ്ടേ, വെയിറ്റ് അല്ലേ എന്നോർത്തിട്ട് ഞാൻ എടുത്തില്ല. ഇനി എപ്പോഴെങ്കിലും ടൂർ പോകുമ്പോൾ കാറ് നിർത്തി നമുക്ക് വാങ്ങാമല്ലോ എന്നോർത്ത്. അങ്ങനെ ഇപ്പം അത്യാവശ്യത്തിലുള്ള ചട്ടിയൊക്കെ വീട്ടിലുണ്ട്, അങ്ങനെ അതെടുത്തില്ല. പിന്നെ അതിന് ലേഡീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഡെനക്ക് ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പും ചെറിയ ബുഷ്, സ്കൂളിലോട്ട് വേണ്ട ബുഷ് കുറച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു. എന്നാലും കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസും കൂടി അവിടെ നിന്ന് എടുത്തായിരുന്നു. അത് ഞാനിപ്പോൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിച്ചതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഹോൾ വീഡിയോ പോലെ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇതിനിടയ്ക്ക് ഡാൻസിടാൻ പോയിട്ട് ഇവിടെ നിന്ന് മസാല കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളതും കുറിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങുന്നുണ്ട്. തിന്നാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള മൂഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല. തിന്നാനല്ലല്ലോ നമ്മൾ പോയത്, സാധനങ്ങൾ വാങ്ങാനല്ലേ. അപ്പോൾ ഞാൻ കഴിവതും ഓരോരോ ഷോപ്പ് ഇങ്ങനെ കയറി ഇറങ്ങാനായിരുന്നു ഭയങ്കര ഇഷ്ടം. അങ്ങനെ എല്ലാം കണ്ട് ലാസ്റ്റാണ് നമ്മൾ കഴിക്കാനൊക്കെ കയറിയത്. അതെ, ഈ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഇഷ്ടം പോലെ. ഇവിടെ വന്നപ്പോൾ ഞാൻ ആ തുമ്പിലെ ഷോപ്പിൽ നിന്ന് ഒരു മാല, അപ്പൂസിന് വേണ്ടി ഒരു മാലയും ഒരു മോതിരവും എടുത്തായിരുന്നു കേട്ടോ. അവൻ വന്നില്ലായിരുന്നു, അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 9 വരെ ട്യൂഷൻ ഉണ്ടായി, പിന്നെ അവൻ്റെ ട്യൂഷൻ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ കടയിൽ നിന്നാണ് അപ്പൂസിനൊരു മാല, സിൽവർ കളറിൻ്റെ ഒരു മാല എടുത്ത് ഒരു മോതിരം എടുത്ത്. അവൻ വന്നില്ല, അപ്പോൾ അവനുള്ളതായി എന്നോർത്ത് അവിടെ നിന്ന് എടുത്ത്. പിന്നെ അവനെ ഞാൻ വിളിച്ച് അവനുണ്ടാന്ന് ചോദിച്ച്, അപ്പോൾ പറഞ്ഞു ഇല്ല മമ്മി ഞാൻ വന്നില്ല, ട്യൂഷൻ കളയണ്ട, എനിക്ക് വയ്യ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചില്ല. അങ്ങനെ ഇവിടെ നിന്നൊരു മാലയും ഒരു മോതിരം എടുത്ത് ഗൂഗിൾ പേ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ മാലൻ്റെയും ടോയ്സിൻ്റെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് കയറിയില്ല. കാരണം കയറിയിട്ടുണ്ടെങ്കിൽ ഡാരൂസ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡാരൂസിനെ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ കയറിയില്ല. ഇവിടെ ഏതെടുത്താലും 30 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും എന്താണെന്ന് പോലും നോക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. എല്ലാ ഷോപ്പിലും ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ, എല്ലാം ഇങ്ങനെ കണ്ടുപോന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കമ്മൽ കണ്ടാൽ പിന്നെ അവിടെ സ്റ്റക്കാവും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കമ്മൽ നോക്കിയപ്പോൾ ഏത് കമ്മലിനായാലും 40 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ 2 കമ്മൽ അവിടെ നിന്ന് എടുത്ത് ഒരു കമ്മൽ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു പുതിയ, അപ്പോൾ അതിന് മാച്ച് ചെയ്തൊരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ക്രിസ്മസിന് ഞാൻ വാങ്ങണമെന്ന് ഓർത്തതാണ്, ഒരു റെഡ് കളർ മുത്തിൻ്റെ. അങ്ങനെ അതും വാങ്ങി അവിടെ നിന്ന് 2 കമ്മലേ എടുത്തോളൂ. ജിമ്മിക്ക് നോക്കി, ജിമ്മിക്കൊന്നും അധികം വലിയ ജിമ്മിക്കൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ജിമ്മിക്കാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോന്ന്. ഇവിടെയൊക്കെ കുറേ ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുട്ടികളുടെ
ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് ശരിക്കും നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ എന്തോ മിറർ എന്തോ കണ്ടിട്ട് എന്നെ വിളിച്ചെന്നെ, മമ്മി മിറർ ഉണ്ട് ബാഗിലൊക്കെ വെക്കാൻ പറ്റിയത്, അത് വാങ്ങിച്ച് ഒരു 20 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 20 റുപ്പീസിൽ കൊള്ളായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് ഹാർട്ട് കൊടുത്ത് അവൾക്കൊരു സ്ക്വയർ ഷേപ്പിൻ്റെ മിററും എടുത്ത്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇത് ഈ ഗ്രീനിഷ് ആയിട്ടുള്ളത് മറ്റേ അതൊക്കെ ഒരെണ്ണത്തിന് 50 രൂപ, ഫ്ലവറിന് ഒരു പോട്ടിന് 100 രൂപ. ഇതൊക്കെ എത്രയാണെന്നൊന്നും ചോദിച്ചൊന്നുമില്ല, കാരണം ഇതൊന്നും വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായില്ല, അതുകൊണ്ട് വിലയും ചോദിച്ചില്ല. മറ്റേ ഫ്ലവർ വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്ന് പോന്നു. എല്ലാം കൂടി കയ്യിൽ പിടിക്കാനും വയ്യ, ഇപ്പം തന്നെ ഒരുപാട് സഞ്ചിയായി. പിന്നെ ഞാൻ അവിടെ നിന്ന് നൂഡിൽസ് വെക്കണം, ഒരു അരിപ്പക്കൊട്ട നൂഡിൽസൊക്കെ നമുക്ക് വേവിച്ച് ഊറ്റാൻ പറ്റിയ ഒരു അരിപ്പക്കൊട്ട. എൻ്റെ കയ്യിലുള്ളത് ചെറുതാണ്, അപ്പോൾ ഒരു വലുത് വാങ്ങാന്നോർത്ത് അങ്ങനെ ഒരു വലുത് വാങ്ങിച്ച്. പിന്നെ ഫ്ലവറിൻ്റെ ഇവിടെ വന്നിട്ട് വിലയൊക്കെ ചോദിച്ച്, പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. വേറെ ഒന്നുമല്ല, വിലൻ്റെ മാത്രമല്ല, മനസ്സിനൊരു തൃപ്തി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. നമ്മൾ എറണാകുളത്തൊക്കെ മേനകൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല ഒരുപാട് ഇഷ്ടം പോലെ ഇതിലും ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനപേക്ഷിച്ച് ഇവിടെ നിന്ന് എനിക്കത്ര ഇഷ്ടമായില്ല, പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിങ്ങനെ നോക്കി, വാങ്ങണോ വേണ്ടയോ വാങ്ങണോ, വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഡാരുവാണെങ്കിൽ ഭയങ്കര അലമ്പത് കണ്ട, മണ്ണ് തെറിപ്പിച്ചിട്ട് കണ്ണിലോട്ടൊക്കെ പാറൂലേ. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പോയി. ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. 100 രൂപ ഇത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ല കളറുണ്ട് കേട്ടോ, പക്ഷെ നേരിട്ടുണ്ടപ്പോൾ അത്ര നല്ല ഡാർക്ക് കളറല്ല, അപ്പോൾ ഒരു നരച്ച പോലെ തോന്നി, ഞാൻ എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഭരണിയൊക്കെ ഇഷ്ടം പോലെ ഭരണി ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ ഏത് കളറും ഏത് ടൈപ്പും ഭരണി. അത് ഞാൻ വാങ്ങിച്ചില്ല, അതൊക്കെ വാങ്ങിച്ചാൽ നല്ല വെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അല്ലെങ്കിൽ ഭരണി കണ്ടാൽ ഞാൻ അവിടെ വീഴും, എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം 1-2 എടുക്കും. ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത്യാവശ്യം വീട്ടിലിപ്പോൾ ഉപ്പിടാനൊക്കെ ഭരണി ഉണ്ട്, പുളി ഉപ്പൊക്കെ ഇടാനായിട്ട്. അപ്പോൾ പിന്നെ അവിടെ എടുത്തില്ല. പിന്നെ അത് ഇനി ഇങ്ങോട്ട് പോന്നു. പിന്നെ ഒരുവിധം പർച്ചേസിങ് ഒക്കെ നമ്മുടെ കഴിഞ്ഞ്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഡാൻസർമാർ ഇനി മതി, ഇനി എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഒരു മിൻറ്റ് ജ്യൂസും മിൻറ്റ് ലെമണും, പിന്നെ ഇവിടെ നിന്ന് കോളിഫ്ലവറിൻ്റെ ഒരിതും, പിന്നെ മറ്റേ പക്കവടയൊക്കെ പോലത്തെ ഒരു സാധനം അത് വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്ര നേരം നടന്നതല്ലേ, ദാഹിച്ച് ആകെ ഇടങ്ങേറായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ നിന്നെല്ലാം കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞും കുറച്ചങ്ങോട്ട് ഇതൊക്കെ 50 രൂപ കേട്ടോ ഒരു പ്ലേറ്റ്. വില നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി കടകളിൽ നിന്ന് വാങ്ങണേക്കാളും കുറച്ചുകൂടി വില അധികമാണെന്ന് എനിക്ക് തോന്നി. പിള്ളേർ പറയണ്ടായിരുന്നു ഈ പോക്കിമോൻ്റെ ഒക്കെ കാർഡ് ഗോൾഡൻ കളർ 10 രൂപ ഉള്ളൂ മമ്മി 10 ഇവിടെ 20 രൂപ ഇരട്ടിക്കാശ്. അപ്പോൾ ഇവർ ഇങ്ങനെ ആളുകൾ വരുമെന്ന് കാണുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ, അപ്പോൾ അവരിങ്ങനെ വില കൂട്ടി വിൽക്കണേന്ന് തോന്നണം. പിന്നെ നമ്മളതൊന്നും നോക്കാനൊന്നും നിന്നൊന്നുമില്ല, അങ്ങോട്ട് വാങ്ങിച്ച്. ഒരുപാട് വലിച്ചു വാരിയല്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത്, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത്. അതൊരു 5 രൂപ 10 രൂപ വില കൂടിയാലും കുഴപ്പമില്ല എന്ന് ഓർത്ത് അതൊന്നും നോക്കിയില്ല വിലൻ്റെ കാര്യമൊന്നും. പിന്നെ ഈ ചേട്ടൻ കണ്ട നല്ല കുലുക്കി നല്ല മിൻറ്റ് ലെമൺ തന്നു. പിന്നെ ആപ്പിള്, ഗ്രീൻ ആപ്പിള്, ഡാരുവൊക്കെ ഗ്രീൻ ആപ്പിളാണ് കുടിച്ചത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ കളറൊന്നും കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ദാഹിച്ച് വലഞ്ഞതല്ലേ എന്നോർത്ത് നമ്മൾ കുടിച്ചു. ഇനി നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കാറിൽ പോകണം, അപ്പം പിന്നെ ഏതായാലും ഇവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുടിച്ച്. ചില സമയത്ത് നമ്മൾ നോക്കൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദേ ഇവിടെ കണ്ട എന്തോരം ഭരണി സാധനങ്ങളൊക്കെയാണ്, എന്ത് രസമാണ്. പിന്നെ ഇവിടെ കപ്പ് കണ്ട്, ഒരു അവിടെയൊന്നും കാണാത്തൊരു വേറൊരു വെറൈറ്റി മോഡൽ കപ്പ് കണ്ട്. അപ്പോൾ ഞാൻ പറയാം അത് 3 എടുക്കാടാ. ചില തണ്ട ഭരണിയൊക്കെ കണ്ട എന്തോരം ഭരണിയാണ്. ഈ കപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് 3 എന്തോ 100 രൂപ എന്തോ ഈ കപ്പ്. അങ്ങനെ അത് 3 എടുത്തു. നല്ല കപ്പാണെന്ന് തോന്നി. അതിൻ്റെ അപ്പുറത്തിരിക്കണം അപ്പം വേണ്ട വൈറ്റ് ബ്ലൂ ഒക്കെ, അതെടുത്തില്ല. പിന്നെ ഇവിടെ ഫൈബർ പ്ലേറ്റുകൾ വിലക്കുറവെന്നൊക്കെ പറഞ്ഞാൽ ഇത് വെച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ വോയിസ് ഓവർ എടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ബോർഡൊക്കെ കാണുന്നത്. ഞാനൊരു ഷോപ്പ് കാണുമ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറും, വില ഇതൊന്നും നോക്കിയൊന്നുമില്ല. പിന്നെ ഓരോന്ന് എടുക്കുമ്പോഴാണ് എന്ത് വിലയാണ് ചേട്ടാ എന്ത് വിലയാണെന്ന് ചോദിക്കണത്, അപ്പോഴാണ് അവർ പറഞ്ഞു തന്നത്. ഇതുണ്ട് പല ടൈപ്പ് ഭരണികളുണ്ട്, പല ഡിസൈനും കളറും. ഇതുണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോ ഭരണി.
വില പോലും ഞാൻ ചോദിച്ചില്ല ഭരണിയുടെ ഒന്നും, കാരണം വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല വെയിറ്റാണ്, അറ്റം വരെയും കൊണ്ടുപോകണം, കാറിൻ്റെ അവിടെ വരെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പൊട്ടിപ്പോവും, പിന്നെ കെയർ ചെയ്യാനൊക്കെ പണിയാണ്. അങ്ങനെ ഞങ്ങൾ 3 കപ്പ് വാങ്ങിച്ചു. 3 കപ്പിന് 100 രൂപ. പിന്നെ വേറെ ഒരു 5 കപ്പിന് 100 രൂപേൻ്റെ വേറെ ഉണ്ടായി, അത് വാങ്ങിച്ചില്ല, ഇതാണ് വാങ്ങിച്ചത്. ഇങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി പോയി. ഇനിയൊന്നും ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയി. അപ്പോൾ കുറേ പേര് ഞാൻ നോട്ടീസ് ചെയ്ത് ഇങ്ങനെ ഫാമിലി ആയിട്ടല്ലാണ്ട് ഇങ്ങനെ കൂട്ടുകാരികളായിട്ടൊക്കെ അയൽവാസികളായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ഒറ്റക്കൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള അങ്ങനെയൊക്കെ കൂട്ടുകൂടിയൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമീൻ നമ്മൾ പോണ സമയത്ത് ആ ചേട്ടനോട് വാങ്ങാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാം കെട്ടിച്ചുമന്ന് കൊണ്ടുപോകണ്ടേ. ഇത് റോഡ് സൈഡ് അതിനുള്ള കടയായിരുന്നു. അപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ കെട്ടിച്ചുമന്ന് കൊണ്ടുപോകാമെന്ന് ഓർത്ത് നമ്മൾ അത് എടുത്തില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നോക്കി, ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷേ ഒന്നും വലിയ വിലക്കുറവൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ നോക്കിയിട്ടൊക്കെ വാങ്ങുക. പക്ഷേ കാണാനും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 10 രൂപ വരെ നോക്കാതെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.